അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആമുൽ ഫീൽ ആനക്കലഹ വർഷത്തിന്റെ 3 വർഷം മുമ്പാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സ് മൂത്തതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാതാവ് നുതൈല എന്നവരാണ്. ഈ നുതൈല എന്ന മാതാവാണ് കഅബാലയത്തിനെ ആദ്യമായി പട്ടുപൊതിഞ്ഞ മഹദി. ഒരിക്കൽ ചെറുപ്രായത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാണാതായിരുന്നു. അങ്ങനെ നുതൈല എന്ന ഉമ്മ നേർച്ചയാക്കി, കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ കഅബാലയത്തിന് പട്ടുപൊതിഞ്ഞേക്കാമെന്ന്. അങ്ങനെ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ അവർ നേർച്ച നിറവേറ്റുന്നതിനായി കഅബാലയത്തെ പട്ടുകൊണ്ട് പൊതിയുകയുണ്ടായി. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണല്ലോ. അവിടുന്ന് മക്ക വിജയത്തിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചതാണ്. എന്നാൽ ആ സമയത്ത് അത് പരസ്യമാക്കിയിരുന്നില്ല. പിന്നീട് മക്ക വിജയത്തിന്റെ അന്നാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ആശ്ലേഷണം പരസ്യപ്പെടുത്തുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ റാഫി എന്ന ഒരടിമയെ ദാനമായി ഹദിയയായി നൽകിയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ അന്ന് അബൂ റാഫി എന്ന അടിമ നബിയോട് വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ നബി തങ്ങൾ ആ അബൂ റാഫി എന്ന അടിമയെ സ്വതന്ത്രനാക്കുകയുണ്ടായി. അബൂ ത്വാലിബിന്റെ വഫാത്തിന് ശേഷം ഖുറൈശി ഗോത്രത്തലവനായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കഅബ ഷരീഫിനെ പരിപാലിച്ചത് ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവരാണ്. ബദറിൽ ശത്രുപക്ഷത്തിന്റെ നിരയിലായിരുന്നു അബ്ബാസ് എന്നവർ. അബൂജഹലിന്റെയും മറ്റ് ശത്രുനിരയിലെ തലവന്മാരുടെയും നിർബന്ധപ്രകാരമാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് വന്നത്. എന്നാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബദർ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം സഹാബത്ത് വിട്ടയക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മക്കയിൽ താമസിക്കുമ്പോൾ മദീനയിലുള്ള നബി തങ്ങൾക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരട്ടെ എന്ന അനുവാദം ചോദിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കത്തായി എഴുതിയത്, അല്ലയോ പിതൃവ്യ, അങ്ങ് മക്കയിൽ തന്നെ തൽക്കാലം നിന്നോളൂ, അതാണ് ഉത്തമം. അല്ലാഹു തആല എന്നിലൂടെ നുബുവത്ത് അവസാനിപ്പിച്ചതുപോലെ നിങ്ങളിലൂടെ ഹിജ്റ അവസാനിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കത്തയച്ചു. അങ്ങനെ അവസാനത്തെ മുഹാജിർ, ഹിജ്റ നടത്തിയ വ്യക്തി എന്ന സ്ഥാനത്തിന്റെ ഉടമയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു.